ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടീ ഗ്ലിറ്റർ ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച വളരെ സംഭവബഹുലമായ ഒരാഴ്ചയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു ക്രൂഡ് ഓയിലിൽ സംബന്ധിച്ചൊരു നല്ലൊരു ബിഗ് മൂവ്മെന്റ് വരാൻ പോകുന്നു, നാച്ചുറൽ ഗ്യാസിലും മൂവ്മെന്റ് വരാൻ പോകുന്നു എന്ന് ഞാനൊരു കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ക്രൂഡ് ഓയിലിൽ കിടില മൂവ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് പറഞ്ഞ രണ്ട് സൈഡിലുള്ള വോളറ്റിലിറ്റി അപ്സൈഡ് ആണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പോകുമെന്നും കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, എൻ്റെ ഓഫീസിലുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിലിൽ നല്ല കിടിലം പ്രോഫിറ്റ് കിട്ടി. ക്രൂഡ് ഓയിൽ ലെവൽ കൊടുത്തു, കൃത്യമായിട്ട് കൊടുത്തു. ആ ലെവൽസ് ക്രൂഡ് ഓയിൽ എടുത്തു, കൃത്യമായിട്ട് ഓരോരോ ലെവൽസും കൊടുത്ത് നാച്ചുറൽ ഗ്യാസ് ലെവൽ എടുത്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കിടിലൻ ട്രേഡ് ആക്ഷൻസ് എല്ലാവർക്കും കിട്ടിയൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ആഴ്ച വീക്കിൽ നമ്മുടെ MCXന്റെ സപ്പോർട്ട് പ്ലാനുള്ളവർക്കെല്ലാം കൃത്യമായിട്ട് പോയത്. ആദ്യമേ തന്നെ ഒരു അറിയിപ്പ് ഞാൻ പറയാൻ പോവാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ ഞാൻ യൂട്യൂബിൽ ലൈവ് കാണും. ചില സമയങ്ങളിൽ ഞാൻ 6:30 മണിക്ക് കയറാൻ ശ്രമിക്കാം. മിനിമം ടൈമിങ്ങിൽ ഞാൻ എത്ര സമയം വരെ, 6 മണി തൊട്ട് 9 മണി വരെയോ അല്ലെങ്കിൽ 7 തൊട്ട് 9 മണി വരെയോ ഞാൻ യൂട്യൂബിൽ ലൈവ് വരും. നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് ട്രേഡിൻ്റെ സജഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പിൻ്റെ പ്ലാനിലേക്ക് പോകണം. ഇതിനകത്ത് ഞാൻ ഓരോരോ ലെവൽസുകൾ മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ട്രേഡബിൾ ആക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെടുക്കുന്നു എല്ലാ കൃത്യ കാര്യങ്ങളും ഞാൻ മെമ്പർഷിപ്പിൻ്റെ പ്ലാനിൽ പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് യൂട്യൂബ് ലൈവിനെക്കാട്ടിയും കൂടുതൽ സൂമിലേക്ക് ഒരു ലൈവിലേക്ക് പോകാമെന്നൊരു ഐഡിയ ഉണ്ട്. പലരും നമ്മുടെ മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ട്, സൂമിൽ ലൈവ് പോവുക കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാലോ സാറേ, നമുക്ക് കുപ്പലൊക്കെ ഡിസ്കഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ പറയുന്നുണ്ട്. നോക്കാനൊരു പ്ലാനിങ് ഉണ്ട്. സോ എന്തായാലും 7 തൊട്ട് 9 മണി വരെ എല്ലാ ആഴ്ചയിലും ഇനി യൂട്യൂബിൽ ലൈവും കാണും. 6 മണി തൊട്ട് 9 മണി വരെ ഞാൻ സൂം മീറ്റിങ്ങിൽ ട്രേഡിൽ ഇരിക്കുകയും ചെയ്യും. സോ നമ്മൾ ട്രേഡബിൾ പ്ലാൻസ് എല്ലാം സൂം മീറ്റിങ്ങിലേക്ക് ഡിസ്കസ് ചെയ്യണത്, നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പറയുന്നതാണ്. അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് കരുതി നിങ്ങൾക്ക് എൻ്റെ കൂടെ മെമ്പർഷിപ്പ് പ്ലാനിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതാണ്. പുതിയ മാസം തുടങ്ങി. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് നേരെ ക്രൂഡ് ഓയിൽ റിവ്യൂ പോകാം. സോ കഴിഞ്ഞ 3 ദിവസം വ്യാഴം, വെള്ളി, പിന്നെ തിങ്കളാഴ്ച 3 ദിവസം മാർക്കറ്റ് ഒരു ഒരു റേഞ്ചിൽ കിടന്ന മാർക്കറ്റായിരുന്നു. ഓയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പക്ക റേഞ്ച് ആയിരുന്നു. ഈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു അപ്സൈഡ് മൂവ്മെന്റ് വന്നു, 9600 രൂപ പോയി. തിരിച്ച് ട്യൂസ്ഡേയുടെ POCയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് എടുത്ത് വെനസ്ഡേ മാർക്കറ്റ് കയറി 10200 രൂപ പോയി. വ്യാഴാഴ്ച മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് തിരിച്ചു വന്ന് നമ്മുടെ ബുധനാഴ്ചത്തെ POCയുടെ ഭാഗം സപ്പോർട്ട് എടുത്ത് ആ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തു. പക്ഷേ ഇന്നലെ മെയ് ദിനം ആയതുകൊണ്ട് വൈകിട്ട് മാത്രമേ നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഈ POC പൊട്ടി താഴേക്ക് ഇറങ്ങി വന്ന് 9500 വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ വേണ്ടി ഞാനത് നമ്മുടെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ആ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി, നിങ്ങൾക്ക് ആ ട്രേഡബിൾ പ്ലാൻസ് യൂസ് ചെയ്യാൻ വേണ്ടി. ആ ട്രേഡ് എടുത്ത് എൻ്റെ ഒരു പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ അത് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പ്രകാരം ക്രൂഡ് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിട്ടാണ് ഈ കഴിഞ്ഞു പോയ വീക്ക് ക്രൂഡ് ക്ലോസ് ചെയ്യുക. നോർമൽ വേരിയേഷൻ അപ്പ് തന്നെ വേണമല്ല, പകരം ഒരു ട്രെൻഡിങ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ട്രെൻഡിങ് അപ്പ് എന്ന രീതിയിലേക്ക് പറയാം. സോ ക്രൂഡ് ഓയിൽ ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത് 9690 അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ അകത്ത് ആ താഴെയാണ്. ഈ ഒരു സിംഗിൾ പ്രിന്റ് കഴിഞ്ഞ 6th ഏപ്രിലിൽ മാർക്കറ്റ് 14 വരെ പോയ ആ ഒരു ട്രെൻഡിങ് അപ്സൈഡ് വീക്കിന്റെ സിംഗിൾ പ്രിന്റിന്റെ താഴെയാണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ 9700 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ 10129 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റിൽ. ഇനി ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 9600 മുകളിൽ 700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും
987 വരെ പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 10,383 വരെ പോകാനുള്ള ചാൻസ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതൽ. നമുക്ക് ക്രൂഡ് ഓയിലിൽ ആ ഒരു ട്രേഡ് പ്ലാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. 13,385 അല്ലെങ്കിൽ 10,400 മുകളിൽ മാത്രം, 10,385 അല്ലെങ്കിൽ 10,400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഓയിലിൽ ഒരു നല്ലൊരു ബിഗ്ഗസ്റ്റ് റാലി വരാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുള്ളൂ. ഇനി അപ്പോൾ കഴിഞ്ഞ 2,000ത്തെയും വാല്യൂ ഏരിയ ഹൈ ഏകദേശം സെയിം ആണ്. അപ്പോൾ 9,464 അകത്തേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്യണമെങ്കിൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ POC ആയ 9,086 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ 9,086 സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ താഴേക്ക് പൊട്ടി വന്ന് നല്ല കുറച്ച് ഏരിയാസ് ഒക്കെ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വേണമെങ്കിൽ ഫില്ലിംഗ് തരാം. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9,464 താഴെ ക്രൂഡ് ഓയിൽ ഒരു ബെയറിഷ് മൂവ്മെന്റ് വന്ന് ആ ബെയറിഷ് മൂവ്മെന്റ് 9,086 വരെ വരാനും ഇല്ല 9,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 9,900 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 10,388 വരെ പോകാനുള്ള ചാൻസും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഈ വരുന്ന ആഴ്ചയിൽ മൊമെന്റം തരാനുള്ള ചാൻസ് വളരെ ലെസ്സാണ്. അതായത് 9,000-നും 10,000-നും ഇടയ്ക്കുള്ള ഒരു 1000 പോയിന്റിനകത്ത് വേണമെങ്കിൽ ക്രൂഡ് ഓയിൽ ഒരു ബാലൻസിങ്ങിന്റെ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ട്രെൻഡിങ് അപ്പ് വീക്ക് ആയതുകൊണ്ട് അവൻ ഒരു കാര്യം ഓർത്തോളാം, 10,000-ന് മുകളിൽ വീണ്ടും നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം മാറി മറിഞ്ഞ് വീണ്ടും ട്രെൻഡ്സ് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പം 9,700 എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങളൊരു ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് വെക്കുക. 9,464 ഒരു ബെയറിഷ് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് 9,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 10,000-ന്റെ ഭാഗത്തേക്കും 9,464 താഴെ നിൽക്കുകയാണെങ്കിൽ 9,086 ഭാഗത്തേക്കും വരാനുള്ള ട്രേഡബിൾ പ്ലാൻസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നതാണ് ഓയിലിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു ട്രേഡ് സെറ്റപ്പ്. നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞു നോക്കണമെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വീക്കിലി ബേസിൽ നോക്കി ഡെയിലി ബേസിൽ നിൽക്കുന്ന സമയത്ത് നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച ഇതായിരുന്നു നമ്മൾ ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. മൺഡേയിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെന്റും കാണിച്ചായിരുന്നു. ആ അപ്സൈഡ് മൂവ്മെന്റത്തിന് മുകളിൽ ഇത് പുതിയ കോൺട്രാക്ട് വന്നപ്പോൾ ആ കോൺട്രാക്ട് വന്നത് 260 ഭാഗത്തേക്ക് വന്നു. തിരിച്ചിറങ്ങി ഈ ഒരു സിംഗിൾ പ്രിന്റ് 240 ഭാഗത്തേക്ക് സപ്പോർട്ട് എടുത്ത് നമ്മൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണ് ഈ ഒരു 265 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് POCയുടെ അവിടെ ഭാഗത്താണ് നാച്ചുറൽ ഗ്യാസ് ക്ലോസ് ചെയ്തത്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റം ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ 270ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എങ്ങോട്ട് പോവാം, ഈ പറഞ്ഞ 272ന് മുകളിലും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 280യുടെ ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 287 ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല നാച്ചുറൽ ഗ്യാസ് ഇന്ന് ഈ കഴിഞ്ഞ ഫ്രൈഡേയുടെ ലോ ആയ 261 പൊട്ടുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ആയ 258 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രൈഡേയുടെ കഴിഞ്ഞ തേഴ്സ്ഡേയുടെ POC ആയ 253 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 248 ഭാഗത്തേക്ക് വരും. 248, 247 റേഞ്ച് നാച്ചുറൽ ഗ്യാസ് പൊട്ടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മൺഡേയുടെ POC ആയ 237 ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ലെവൽസ്. സോ നാച്ചുറൽ ഗ്യാസിന്റെ ബൈയിങ് എന്ന് പറഞ്ഞാൽ 270 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ 272 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 280, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 287 ഭാഗത്തേക്കും പോവാം. ഇല്ല ഡൗൺ സൈഡ് ആണെങ്കിൽ 261 താഴെ നിൽക്കുകയാണെങ്കിൽ 258ഉം 258 താഴെ നിൽക്കുകയാണെങ്കിൽ 253ഉം അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 249ഉം 247 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. 247 പൊട്ടുകയാണെങ്കിൽ ഈ POC ആയ 237 വരെ വരാനുള്ള ചാൻസും നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ നാച്ചുറൽ ഗ്യാസിൽ ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് ഒരു റേഞ്ച് നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ വീക്കിലി ബേസിസ് നോക്കുകയാണെങ്കിൽ വീക്കിലി നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ പക്ക ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. 270നും 240 ഇടയ്ക്കുള്ള റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യണം. സോ 270ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 278, 283 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 306 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡൗൺ സൈഡ് ലിമിറ്റഡ് ആയി നിൽക്കുന്നത് കൊണ്ട് നാച്ചുറൽ ഗ്യാസിൽ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു മാക്സിമം പോയ 236, 240 ഭാഗത്തൊക്കെ മാക്സിമം വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് കാണുന്നുള്ളൂ. ഇതാണ് എനിക്ക് നാച്ചുറൽ ഗ്യാസിൽ പറയാനുള്ള ഒരു വീക്കിലി ബേസിൽ പറയാനുള്ളതും ഡെയിലി ബേസിൽ പറയാനുള്ള ലെവൽസും. സോ നിങ്ങൾ കൃത്യമായിട്ട് ഈ ലെവൽസ് ഒക്കെ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ 7 മണി to 9 മണി വരെ യൂട്യൂബിലും 6 തൊട്ട് ഞാൻ 9 മണി വരെ സൂം ട്രേഡ് പ്ലാൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൂമിൽ കയറാനുള്ള പ്ലാനിലേക്ക് ജോയിൻ ചെയ്യുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് നല്ലൊരു ഞായറാഴ്ച കൂടാതെ നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും നോക്കാനുള്ള വീഡിയോ ഞാൻ ഇന്നലത്തേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ടേക്ക് കെയർ.